കിഷ്കിന്ധപുരിയിലെ റേഡിയോ സ്റ്റേഷനിൽ ഒരു പ്രേതമുണ്ട്. അവരെ ജോലി ചെയ്തിരുന്ന ആളുകളെ വകവരുത്തിയ ആ പ്രേതത്തെ ഒരു മന്ത്രവാദി മണിച്ചിത്രത്തായിട്ട് പൂട്ടിയിരുന്നു. അങ്ങനെ കുറെ വർഷങ്ങൾക്ക് ശേഷം ഗോസ്റ്റ് വാക്കിംഗ് ടൂറിന്റെ ഭാഗമായി കുറച്ച് ആളുകൾ അവിടേക്ക് എത്തി. ഇതിന്റെ ചരിത്രമൊന്നും അറിയാത്ത ടൂർ കോർഡിനേറ്റർ രാഘവ് മന്ത്രവാദിയുടെ പൂട്ട് പൊളിക്കുകയും അവരെ റേഡിയോ സ്റ്റേഷന്റെ അകത്തേക്ക് കയറ്റുകയും ചെയ്തു. പ്രേതവും ഭൂതവും ഒക്കെ ഫേക്കാണെന്ന് അവരുടെ വിശ്വാസം നിമിഷ നേരങ്ങൾ കൊണ്ട് ആ പ്രേതം മാറ്റിമറിച്ചു. എങ്ങനെയൊക്കെയോ അവിടെ നിന്നവർ തിരിച്ചെത്തിയെങ്കിലും ആ പ്രേതം അവരുടെ പിന്നാലെ തന്നെ ഉണ്ടായിരുന്നു. ദിവസങ്ങൾ കഴിയുന്തോറും അവരിൽ ഓരോരുത്തരായി മരണപ്പെടാൻ തുടങ്ങി. അവരുടെ കൂടെ ഉണ്ടായിരുന്ന ഒരു കൊച്ചു പെൺകുട്ടിയെ പ്രേതം കൊല്ലാൻ ശ്രമിച്ചതും രാഘവ് അവളെ രക്ഷിച്ചു. പിന്നീട് ആ പ്രേതത്തിന്റെ പിന്നിലെ യഥാർത്ഥ കഥ അന്വേഷിക്കാൻ തന്നെ രാഘവ് തീരുമാനിച്ചു. ആ പ്രേതം വിശ്രമപുത്രൻ എന്നൊരു പയ്യനായിരുന്നു. അവന്റെ ജന്മത്തോടെ അമ്മ നഷ്ടപ്പെട്ട അവന് ഒരു കണ്ണാടിയിലൂടെ നോക്കിയാൽ അവന്റെ അമ്മയെ കാണാൻ പറ്റും. അതിൽ അമ്മയെ കണ്ടാൽ അവനൊരു ശക്തി കൈവന്ന് അവൻ വയലന്റ് ആവുകയും തനിക്ക് ഇഷ്ടമല്ലാത്തവരെ നിഷ്കരുണം കൊലപ്പെടുത്തുകയും ചെയ്തിരുന്നു. അങ്ങനെയിരിക്കെ അവരുടെ നാട്ടിലൊരു റേഡിയോ സ്റ്റേഷൻ വരികയും അതിലേക്ക് അവൻ തന്റെ ശബ്ദം അയച്ചു കൊടുക്കുകയും ചെയ്തു. പക്ഷെ അവർ ഇവന്റെ ശബ്ദം റിജക്ട് ചെയ്യുകയും വേദവതി എന്ന പെൺകുട്ടിയുടെ ശബ്ദം സെലക്ട് ചെയ്യുകയും ചെയ്തു. ഇതറിഞ്ഞതോടെ അവൻ വേദവതിയെ ഉപദ്രവിക്കുകയും നഗ്നയായി പുറത്തൂടെ ഓടിക്കുകയും ചെയ്തു. ഇതിൽ മനം നൊന്ത് വേദവതി ആത്മഹത്യ ചെയ്തതോടെ അവളെ കെട്ടാനിടുന്ന റേഡിയോ സ്റ്റേഷനിലെ ജീവനക്കാരൻ വിശ്രമപുത്രനെ റേഡിയോ സ്റ്റേഷനിലേക്ക് കൊണ്ടുവന്ന് ഗ്യാസ് ഉപയോഗിച്ച് കൊലപ്പെടുത്തി. പിന്നീട് പ്രേതമായി മാറിയ അവൻ തിരിച്ചു വന്ന് അവരെ വകവരുത്തുകയും ഇപ്പോ ആ റേഡിയോ സ്റ്റേഷനിലേക്ക് കടന്നുകൂടിയ ഇവർക്കു പിറകെ കൂടുകയും ചെയ്തു. അറിയാതെ ആയിരുന്നെങ്കിലും തന്റെ അമ്മയെ കാണാനുള്ള കണ്ണാടി പൊളിച്ച രാഘവിനെ കൊല്ലാൻ തന്നെ ആ പ്രേതം തീരുമാനിച്ചു. ഇതിനായി അവന്റെ ഗേൾഫ്രണ്ടിന്റെ ദേഹത്തേക്ക് കടന്നുകൂടിയെങ്കിലും അവൻ അതിന് സാധിച്ചില്ല. പിന്നീട് ഒരു മന്ത്രവാദിയുടെ സഹായത്തോടെ വീണ്ടും അവർ വിശ്രമപുത്രന്റെ പ്രേതത്തെ തളക്കുകയും അവിടെ ബന്ധിക്കുകയും ചെയ്തു.